മലയാളത്തിലെ ഏറ്റവും പരിഹാസ്യമായ ചർച്ചാ പരിപാടിയാണ് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ്. അന്നേരം വായിൽ വരുന്നതാണ് അന്നത്തെ വിശകലനം. സന്ദീപ് വാര്യരുടെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. വാര്യരുടെ കാവി എങ്ങനെ ചുവപ്പിക്കും എന്നാലോചിച്ചാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ദിവസം തലപുകച്ചത്. സന്ദീപ് വാര്യർ CPM-ൽ തന്നെ ചേരുമെന്ന് മീഡിയ വൺ അങ്ങ് ഉറപ്പിച്ചു. എന്നിട്ട് കാവി എങ്ങനെ ചുവക്കുമെന്ന് ചർച്ച. ഓരോരോ നേരം പോക്കുകൾ. തീവ്ര ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളാൽ സമ്പന്നമായിരുന്ന സന്ദീപിന്റെ ഭൂതകാലം CPM-ന് അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല. സ്വാഭാവികമായും സന്ദീപിന് മുന്നിൽ CPM-ന്റെ വാതിലുകൾ അടഞ്ഞു. കോൺഗ്രസ് CPM-നെ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതോടെ വെട്ടിലായത് ഔട്ട് ഓഫ് ഫോക്കസിലെ ദാവൂദും സംഘവുമാണ്. കാവി എങ്ങനെ ചുവക്കും എന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്തവർ കാവി എങ്ങനെ ത്രിവർണ്ണമാകും എന്നുകൂടി ചർച്ച ചെയ്യണ്ടേ? UDF-ലാണെങ്കിൽ ലീഗുമുണ്ട്. കാവി എങ്ങനെ പച്ചയാകും എന്ന വിഷയത്തിലുമുണ്ട് പ്രസക്തി. പക്ഷേ സാധാ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അല്ല ഔട്ട് ഓഫ് ഫോക്കസുകാർ ചിന്തിക്കുന്നത്. അവർക്ക് കാവി എങ്ങനെ ത്രിവർണ്ണമാകുമെന്നോ പച്ചയാകുമെന്നോ ഒരു സന്ദേഹവുമില്ല. അതങ്ങ് ആയിക്കോളും, അത്ര തന്നെ. സന്ദീപ് കോൺഗ്രസിൽ ചേർന്നാലും പണി കൊടുക്കേണ്ടത് CPM-നാണല്ലോ. അതുകൊണ്ട് ചർച്ചാ വിഷയം ഇങ്ങനെയാക്കി. കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, CPM-ന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വെറുതെയായി, സന്ദീപ് വാര്യരെ കയ്യിലാക്കി കോൺഗ്രസ് എന്നൊക്കെ വെച്ച് കാച്ചി. വേറൊരു നേരം പോക്ക്, ഓരോരോ വേഷം കെട്ടലുകൾ, അല്ലാതെന്തു പറയാൻ.